ഇന്ന് നമ്മുടെ തെരനാമസ് പരിപാടിയിലെ സംവിധായകൻ മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പാട്രിയറ്റ് എന്ന ചിത്രത്തെക്കുറിച്ച് നോക്കാം. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് നോക്കിയാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വ്യാപകമായി പത്രങ്ങളിലും മറ്റും ചർച്ചയായ ഒരു വിഷയം. പെഗാസസ് എന്ന പേരിൽ ഒരു സ്പൈ സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ സർക്കാരുകൾക്ക് മാത്രമാണ് വിൽക്കുന്നത്. അത് ഇസ്രായേലിൽ കണ്ടുപിടിച്ച ഒരു സോഫ്റ്റ്വെയർ ആണ്. സർക്കാരുകൾക്ക് മാത്രമാണ് വിൽക്കുന്നത്. സർക്കാർ അതിനെ ഉപയോഗിക്കുന്നത് ചാരപ്രവർത്തനത്തിനായ. ഇത് ചാരപ്രവർത്തനത്തിനാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാക്കളുമേലെ ഉപയോഗിച്ചതിനാൽ വലിയ വിവാദമായത് പത്രങ്ങളിലും വാർത്തകളിലും വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരമൊരു സ്പൈ സോഫ്റ്റ്വെയറിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഈ കഥ ഒരുക്കിയിരിക്കുന്നത്. ഈ കഥയുടെ തുടക്കത്തിൽ സംഭവിക്കുന്ന എന്തെന്നാൽ, അത്തരത്തിലുള്ളൊരു സ്പൈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന വകുപ്പ് മന്ത്രിയായി രാജീവ് മേനോനെ കാണിക്കുന്നു. മറ്റൊരു വകുപ്പ് മന്ത്രിയായി രേവതിയെ കാണിക്കുന്നു. ഈ രേവതി രാജീവ് മേനോനെ കണ്ടുമുട്ടി നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ തെറ്റായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങളുടെ മേലെ അന്വേഷണം നടത്താം. എനിക്ക് ആരോഗ്യ പ്രശ്നം ഉള്ളതിനാൽ ഒരു ചെറിയ ശസ്ത്രക്രിയയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വരുന്നതിന് മുമ്പ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എനിക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞ് പോകുന്നു. ഇതിൻ്റെ ഇടയിൽ രേവതി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു. അവിടെ അവർക്ക് വളരെ വിശ്വാസമുള്ള ഒരു ടെക്നിക്കൽ അഡ്വൈസറായ മമ്മൂട്ടിനെ വിളിച്ചു വരുത്തി അവരോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു. ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചും രാജീവ് മേനോനെ കുറിച്ചും പറയുന്നു. ഇത് കുറച്ച് എന്താണ് അന്വേഷിക്കൂ എന്ന് പറയുന്നു. അടുത്ത ദിവസം തന്നെ രേവതി മരണപ്പെടുന്നത്. മമ്മൂട്ടി അവളുടെ മരണം സ്വാഭാവികമല്ലെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ആ സോഫ്റ്റ്വെയറിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങണോ? ഈ കാര്യം രാജീവ് മേനോൻ അറിയും. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നാണ് ഈ സിനിമയുടെ വക. ഏകദേശം 3 മണിക്കൂർ നീളുന്ന ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മാത്രം 1 മണിക്കൂർ അരയോളം നീണ്ടു. ആ 1 മണിക്കൂർ വരെ എങ്ങനെ കഴിഞ്ഞു പോയെന്ന് പോലും മനസ്സിലായില്ല. അത്രത്തോളം ആവേശകരവും ത്രില്ലിങ്ങുമായും ടെക്നിക്കലായി വളരെ സൂപ്പറായിരുന്നു സിനിമയുടെ മേക്കിംഗ്. അടുത്തടുത്ത് എന്ത് സംഭവിക്കുമെന്നതുപോലെ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ നോക്കിയാൽ സിനിമ മുഴുവൻ തലകീഴായി മാറി. അതുകൂടാതെ മോഹൻലാൽ വന്നതിന് ശേഷം സിനിമ വളരെ സാധാരണമായ ഒരു പതിവ് സിനിമയാവുകയായിരുന്നു. മോഹൻലാലിനും മമ്മൂട്ടിക്കും വെയിറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഈ MGR സിനിമകളിൽ നോക്കിയാൽ MGRന് ബിൽഡപ്പ് കൊടുക്കാൻ പോലും 2 കോമഡിമാനെ വെച്ചിരിക്കും. ഇതുപോലെ തന്നെ തേങ്കാ ശിവനേശൻ, നാഗേഷ് ഇവരെയും പോലുള്ളവരെ. എൻ്റെ അണ്ണൻ ആരാണെന്ന് എങ്ങനെയുള്ള ആളാമറിയാം. അങ്ങനെയാണ്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ ആരുമില്ലാത്തതിനാൽ മമ്മൂട്ടിയും മോഹൻലാലും, മോഹൻലാലിന് മമ്മൂട്ടിയും, മമ്മൂട്ടിക്ക് മോഹൻലാലും മാറി മാറി സൊമ്പടിച്ച് ഇരുവരെയും അപമാനിച്ചുകൊണ്ടിരുന്നത് വളരെ ദുഃഖകരമായിരുന്നു. ഈ കഥ തന്നെ ഒരു സ്പൈ ത്രില്ലർ പോലെയാണ്. അതിനാൽ പല ഇംഗ്ലീഷ് സിനിമകളുടെ ശൈലി ഇതിൽ വരുന്നത് അവർക്ക് ഒഴിവാക്കാൻ കഴിയില്ലായിരുന്നു. കഥയെ മുഴുവനായി സിനിമയിൽ ഉൾപ്പെടുത്താതിരുന്നാലും പല സീനുകളും എടുത്ത് അകത്താക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ജെയിംസ് ബോണ്ട് സിനിമയുടെ മ്യൂസിക് തന്നെ മറിച്ചുപയോഗിച്ചിരിക്കുന്നു. അതിനുശേഷം റെഡ് എന്ന സിനിമയിൽ ബ്രൂസ് വില്ലിസ് ഫ്രൈ പാനിൽ ബുള്ളറ്റ് വെച്ച് ചൂടാക്കുന്ന ഒരു സീനുണ്ടല്ലോ. അവിടെ വില്ലന്മാരെല്ലാം വീടിന് ചുറ്റും വെടിവെക്കുമ്പോൾ അവ സീനുകളെല്ലാം അതുപോലെ എടുത്തിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രാജീവ് മേനോൻ, രേവതി എന്നിങ്ങനെ പലരും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കഥാപാത്രവും മനസ്സിൽ നിൽക്കുന്നില്ല. സാധാരണയുള്ളൊരു മന്ത്രി വില്ലൻ, മന്ത്രിയുടെ മകൻ, അവനും വില്ലൻ എന്നതുപോലെയാണ് ഫഹദ് ഫാസിലിന്റെ കഥാപാത്രവും ഒരുക്കിയിരിക്കുന്നത്. ഈ കഥയ്ക്ക് നയൻതാര എന്തിനാണെന്നൊന്നും മനസ്സിലായ. അങ്ങനെയാണ് കഥാപാത്രങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. മറ്റൊന്നും പറയാനില്ല. സിനിമയൊരു ടെക്നിക്കലി ശക്തമായ സിനിമയെന്ന് പറയാം. ക്യാമറ വർക്കായാലും മ്യൂസിക് ആയാലും VFX ആയാലും എല്ലാം വളരെ പക്കാവായി ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസ് ഇല്ലാതെ ഈ സിനിമയ്ക്ക് വേണ്ട ചെലവ് ചെലവഴിച്ച് നന്നായി ചെയ്തിട്ടുണ്ട്. ജോലിയൊന്നും ഇല്ലാതെ വെറുതെ ഇരുന്ന ഒരു വിരുന്നുള്ള ഫസ്റ്റ് ഹാഫും കുറച്ച് പല്ല് കടിച്ചിട്ടിരുന്ന ഒരു ശരാശരി സെക്കൻഡ് ഹാഫുള്ളൊരു സിനിമ കാണാം. സിനിമ നല്ലതാണോ അല്ലയോ എന്നതിനേക്കാൾ അതിൽ ജീവനില്ലാത്തൊരു സിനിമയാണ്.